ഇങ്ങനെ ഭഗവാനെ കണ്ട് ആനന്ദം അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രഹ്ലാദൻ അപ്പോഴാണ് ചോദിക്കുകയാണ്, അല്ല പ്രഹ്ലാദ, എന്റെ അട്ടഹാസം ഒന്ന് കേട്ടാല് ത്രൈലോക്യം മുഴുവൻ ഞെട്ടിവരയ്ക്കും, എന്നിട്ടും നിനക്ക് യാതൊരു കൂസലും കാണാനില്ല. അപ്പോ ഇത് ഞാൻ ഇങ്ങനെ പേടിപ്പിച്ചിട്ടും നിനക്ക് ഈശ്വരക്കാല ഒരു ക്രമോ സഹസ്രത്വബലേന്ദ്രിയാത്മാ സേവ വിശ്വം പരമസ്വശക്തി സുജത്യവത്യത്യ ഗുണത്രയേശ ജഹ്യ ആസുരം ഭാവമിമന്തമാത്മന സമമനോ ദർശന സന്ധി വിദ്വിഷ ഹൃദയതിരാതാത്മന ഉത്പദ സ്ഥിതാൽ തദ്ധിക്യനന്തസ്യ മഹൽ സമർഷണം തസ്മിൻ പുരാഷണ വിജിത്യ രൂപതോ മന്യന്ത ഏകേസി ജിതാദിശോദശ ജിതാത്മനോന്യസ്യ സമസ്യ ദേഹിനാം സാധോ സമോഹ പ്രഭവാ കുതപരേ പറയുകയാണ്, അച്ഛ എന്റെ ബലം അച്ഛന്റെ ബലം പ്രപഞ്ചത്തിലെ സർവ്വജനാചാരങ്ങളുടെയും ബലമായിട്ടിരിക്കുന്നത് ആരാ അറിയോ? ഭഗവാൻ എന്ന് പറയുകയാണ്. പക്ഷെ ഓരോ ആൾക്കാർ ഭഗവാനെ ഓരോ പേരിലും അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ എല്ലാറ്റിനും ഞാൻ ജയിച്ചിട്ടുണ്ട്, എല്ലാം എന്റെ കാൽക്കീഴിലാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, അച്ഛന്റെ മുഖത്ത് അടക്കമില്ലാണ്ട് നടക്കുന്ന ഒരു ശത്രുക്കളുണ്ട്, അതിനെ അച്ഛനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിനെ നിയന്ത്രിച്ചാലേ ലോകം മുഴുവൻ നിയന്ത്രിച്ചത് വരുള്ളൂ. അതിന്റെ ഈശ്വരൻ എന്നിൽ നിന്ന് അന്യമായിട്ട് ഈ ലോകത്തിന് വേറൊരു ഈശ്വരൻ ഉണ്ടെങ്കിൽ എവിടെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഒരു സംശയം ഉണ്ടായില്ല പ്രഹ്ലാദന്. സർവത്ര എല്ലായിടത്തും ഉള്ളാര് ആ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ എന്ന് പറയുകയാണ്. അപ്പോഴാണ് ഇയാൾ നാമത് പുറത്ത് നോക്കുന്നുണ്ട്, എവിടെയും കാണില്ല. പ്രഹ്ലാദാണെന്നല്ലോ സർവത്ര എന്ന് പറഞ്ഞ് കയ്യിൽ കൂപ്പി കണ്ണു അടച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തിന് സംശയമായി. അതെ, എല്ലായിടത്തും ഉള്ളതല്ലേ നീ പറഞ്ഞ? അതെ, എല്ലായിടത്തും ഉണ്ട്. ഈ എല്ലായിടത്തും പെട്ടതാണല്ലോ ഈ തൂണ്, അല്ലേ? അപ്പൊ അങ്ങനെ അടച്ചാൽ ഈ തൂണിൽ എന്തുകൊണ്ടില്ല ആത്മന്തറിയോ? ആ ഹിരണ്യേശ്വരന്റെ ഭരണകാലത്ത് പണി കഴിപ്പിച്ച കെട്ടിടമാണ്. അതില് സിമെന്റും മണലും കമ്പിയും അല്ലാണ്ട് നാരായണനിട്ട് വാർത്തിട്ടില്ല എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് എന്തുകൊണ്ട് ഈ തൂണിൽ ഇല്ല എന്ന് ചോദിച്ചത്. അപ്പൊ പിന്നെ ഭഗവാൻ ആ തൂണിൽ കയറി നിൽക്കേണ്ടതായിട്ടൊരു അവസ്ഥ വന്നു. അപ്പോ ആ പ്രഹ്ലാദനോ ആ തൂണിലേക്ക് നോക്കിയപ്പോഴോ ഉണ്ടല്ലോ എപ്പോഴും അച്ഛാ ദൃശ്യതേ, ഞാൻ കാണുന്നത് ആ തൂണിൽ നാരായണൻ എന്നാണ്. അപ്പൊ ഈ മൊബൈൽ തൂണിലേക്ക് നോക്കിയപ്പോഴോ തൂണ് മാത്രമേ കണ്ടുള്ളൂ. ആ തൂണിലേക്ക് ഒറ്റ കിട്ടിയെന്നാണ്. ആ സമയത്ത് യുധിഷ്ഠിര ആ തൂണിൽ നിന്ന് അതിഭയങ്കരമായിട്ടൊരു അട്ടഹാസം മുഴങ്ങി. പ്രളയകാലത്ത് ബ്രഹ്മാണ്ടം പൊട്ടിത്തെറിക്കുമെന്നും ആ സമയത്ത് ഇങ്ങനെ വലിയൊരു ശബ്ദം ഉണ്ടാകുമെന്നും ബ്രഹ്മാദികൾക്ക് അറിയാം. അപ്പൊ അവര് വിചാരിച്ചു പ്രളയം അടുത്തു, നമ്മുടെ ആയുസ് അവസാനിച്ചു എന്നാണ് ആ ബ്രഹ്മാദികൾക്ക്. അപ്പോഴാണ് ഹിരണ്യകശിപു തന്റെ അട്ടഹാസമാണ് ലോകത്തിൽ ഏറ്റവും വലുതെന്നാണ് വിചാരിച്ചത്.